നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ്. മേക്കപ്പ് ചെയ്യുന്നത് എന്റെയും ചെയ്യുന്നത് അമ്മയും. ഈ പ്രൊഡക്റ്റിനെ പറ്റിയുള്ളൊന്നും അമ്മക്ക് അറിയത്തില്ല. അമ്മ അങ്ങനെ ഒരുങ്ങുന്നതല്ലോ, അപ്പം ഇതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല. നമ്മളും അങ്ങനെ വലുതായിട്ടൊന്നും ഒരുങ്ങും. ലിപ്സ്റ്റിക് അയലെന്തും ഇതൊക്കെ ഇടുന്നത്. പൗഡർ അറിയാം. പൗഡർ അറിയാം. ഇതോ അത് ഇത് കണ്ണിന്റെ മുകളിലിടുന്ന എന്താ പറയാ, മസ്കാര. മസ്കാര. ഇത് അത് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ. അപ്പൊ കുറച്ച് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ. എന്റെ ഇപ്പോഴത്തെ കോലം പിന്നത്തെ കോലം നമുക്ക് നോക്കാം. ബിഫോർ ആൻഡ് ആഫ്റ്റർ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഓരോന്നും ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്തോ. ഇങ്ങനെ ഇരുന്നിട്ടല്ലേ ആയിരുന്നു തന്നെ ചെയ്തോ. എങ്ങനെയാണ് മേക്കപ്പിൽ ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാ? ഫസ്റ്റ് ഫൗണ്ടേഷൻ ഇടാം. ഇത് ഇങ്ങനെ കയ്യിനെ കൊണ്ട് തന്നെയാണ്. കയ്യിനെ കൊണ്ട് ഇട്ടോ. എല്ലാ പ്രോഡക്റ്റ് അവിടെ വെച്ച് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യണേ. എല്ലാം യൂസ് ചെയ്യണം. നല്ല പേടുന്നത് കുറച്ച് എനിക്ക് മേക്കപ്പ് ചെയ്തരാ. ബാസിന്റെ പോലെ ആക്കാം. മുടിയൊന്നും കണ്ടിട്ട് വരൂലോ. അതൊന്നും വേണ്ട, മേക്കപ്പ് മാത്രം. അത് അച്ഛൻ കണ്ടില്ല, കണ്ണു വെച്ചിട്ട് എന്നെ ഇങ്ങോട്ട് തിരിയണ്ടേ. അലക്കൊലാക്കുന്നത് നല്ലൊരു സംശയം. ഇത് കണ്ണിന്റെ പീരിക്കുന്നത്. കണ്ണി ശരിക്കും സമയമില്ല 10 മിനിറ്റ്. അമ്മ കടോട്ട് കണ്ണില്ലെങ്കിൽ മേത്താവും. പിന്നെ വേറെന്നാ എടുക്കാത്ത ഐറ്റങ്ങളെല്ലാം എടുത്തോ. അതിലിട്ട് ഇനി ഇത് ഇടും. എന്നിട്ടില്ലേ വേണ്ട. അത് ഇത് ലിപ്സ്റ്റിക് അല്ലേ? ലിപ്സ്റ്റിക് ലിപ് ലൈനല്ല. ഇത് പിരികം വരക്കാം. ലിപ് ലൈനറിന് ഉപയോഗിക്കും, ഐബ്രോയിന് ഉപയോഗിക്കും. ഐബ്രോ വേണ്ട, ഇതന്നെ ഇനി ഇത് ലിപ്സ്റ്റിക് അല്ലേ? കൈ കൊണ്ടാണോ ഇല്ലെങ്കിൽ പിരികം വരച്ചിട്ട് അടുത്ത ലിപ്സ്റ്റിക് ഞാൻ ഇട്ട് കൊടുക്ക. എങ്ങനെ ഇടാം. കുറച്ച് ഞാനോട് ഇട്ടാലോ. ഓനോ ആന്നോ ഇതൊക്കെ? അമ്മമ്മ നീക്കപ്പ പിന്നെ ഫസ്റ്റ് ലിപ്സ്റ്റിക് ഉപയോഗിച്ചു. അടുത്ത അല്ല അതുകൊണ്ട് പറ്റുവാ. ചെറുതാ കൈ കൊണ്ട് ഇറക്കാത്. ഇതോ അത് ബ്രഷ് ഉണ്ടായി.
എല്ലാം ഒരു കോലത്തിലാവുമല്ലോ. ഇല്ല മുന്നാമിനിങ്ങളാണ്. നല്ലൊരു ടെൻഷൻ. അമ്മ എന്നാ ചുണ്ടിന്റെ ഉറിഞ്ഞിൽ ഇത്തിരി കായല്ലോ നീ തുടര്. പിന്നെ ഇതല്ലോ ഉപയോഗിച്ച് ഇതെന്നാ സംഭവം? അത് ഓപ്പണാക്കി നോക്ക്. ഹൈലൈറ്റർ. അങ്ങനെ പറഞ്ഞാല് നമുക്ക് ഈ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ വേണ്ടിട്ട് ചെയ്ത് ശരിക്കും തിളങ്ങി നിക്കൂലേ ഗ്ലോ പോലെ. ഇത് ഇതെല്ലാം ചെയ്തിട്ട് ചെയ്യാവാ? ലാസ്റ്റ് ചെയ്താൽ മതി. അതെല്ലാം കഴിഞ്ഞ് ഇനിന്നാ എല്ലാം എടുത്ത് ഇത് എടുക്കാത്തൊക്കെ ഉണ്ട്. ഇതെടുത്ത് ഇതെടുത്തില്ല ഇതെല്ലാം ഇത് പോൺസ് ക്രീം ആദ്യം ഇടേണ്ടതാ. ഇതെന്നാ സംഭവം? ഇത് പ്രൈമർ. അത് ഫൗണ്ടേഷനും പ്രൈമറും മിക്സ് ആക്കിയാൽ മതി. അതിന് മുമ്പ് ഇടാം. ഇട്ട് ഫൗണ്ടേഷൻ ഇട്ടിട്ട് കാര്യമില്ല. ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് അറിയുന്ന രീതിയല്ലേ ചെയ്യാൻ. അറിയുന്ന രീതി ചെയ്താൽ മതി. ഇത് തൊടാനാ? ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കണം. വേണ്ട അമർത്തണ്ട. മൂക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഗ്ലോ പോലെ വരാൻ. ഐലൻഡർ ഇട്ടത് മാത്രം, ബാക്കിയൊന്നും കുഴപ്പമില്ല. ഐലൻഡർ ഇട്ടത് പകുതിക്കായി പോയി. ഇവിടെ കറക്റ്റ് ഫില്ലായിട്ടില്ല. വേറെന്നാ കഴിഞ്ഞില്ല. കൺമശി വേണമെന്നില്ല, അത് വെച്ചതാ. അരിയെന്ത് അറിയുന്നത് പോലെയല്ല ചെയ്ത്. അറിയുന്നതല്ല ചെയ്ത് കഴിച്ചു. അപ്പൊ ഞാനിതൊന്ന് കണ്ണടക്കാറുണ്ട്. അടുത്തത് കിങ്ങിണീന. അപ്പൊ ഞാനിതൊന്ന് കണ്ണാടി കാണാം. കുഴപ്പമില്ല. ആദ്യം തെറ്റത്ത് അതില്ലേ ഇവിടെ നമുക്ക് ഇങ്ങനെ ശരിക്കും ഇടുന്നത് ഷൈൻ ചെയ്തിട്ട് ഇടുമ്പോ കുഴപ്പമില്ല. രസമുണ്ട്. മേക്കപ്പിന് പോവാ. അപ്പൊ ഗൈസ്, എന്റെ ഈ മേക്കപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത നെക്സ്റ്റ് വെസൽ ഫസ്റ്റ് പോൺസ് എല്ലാം കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പം അതൊക്കെ ഒന്ന് ഉപയോഗിക്കാം. അയ്യോ നാനാ നൂനാന്നെല്ലാം പറഞ്ഞു വരുന്നുണ്ട്. ഇത് മോയ്സ്ചറൈസർ ക്രീമാ. അതില് ഫൗണ്ടേഷനും ആയിട്ട് മനസ്സിലായി ഏകദേശം എന്താണ്. കയ്യിലെടുത്തേ രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ അതിന് മുമ്പ് യൂസ് ചെയ്യാം. അങ്ങനെ ഓരോ രീതി. ഫസ്റ്റ് ചെയ്തപ്പോ കുറച്ച് മിസ്റ്റേക്ക് വന്നത്, രണ്ടാമത് ചെയ്തപ്പോ അകത്തുന്നുണ്ട്. ഇതൊന്നും എനിക്ക് ചെയ്തിട്ടില്ല. പിന്നെ അടുത്ത തിരികാണ്. ഇല്ലാത്തോണ്ട് നല്ല കട്ടിക്ക് വരയ്ക്കുന്നുണ്ട്. എന്തോ അതിലല്ല പറ്റില്ല.
ഇപ്പൊ സെറ്റ് അതില് എന്താ പറയാ പിരിക സെറ്റാ നല്ല ഡാർക്ക് ആയിട്ടുണ്ട്. അത് പിരിയത്തിന് കളറില്ലാന്ന് പറഞ്ഞിട്ട് ഇച്ചിരി പരാതി കൂടുതലാ. അത് ഇന്നത്തോടെ നേർത്തിയിരിക്കുന്നു. എന്താ കുതിരയൊന്ന് പോലല്ലോ അങ്ങനെ ഒന്നും പറയരുത്. ഇതിലും വേദന അത്. അടുത്ത തൈലിയൻ വരയ്ക്കാൻ പഠിച്ചു പോയി ഗൈസ്. അയ്യോ നല്ലൊരു എണ്ണ മേക്കപ്പ് ചെയ്യുമ്പോ ഭയങ്കര ടെൻഷൻ വരും. അല്ലല്ലോ മോന്റെ അമ്മേനെ ചെയ്യുമ്പോ എല്ലാം അയ്യോ അത് പുതിയ ആയിട്ടാ. ഒരു സിനി എടുത്ത അടുത്ത മേക്കപ്പ് എന്ന് വെച്ചാൽ ലെല്ലുവിനെ പെൺകുട്ടിയാക്ക. ഇപ്പൊ അല്ല, അടുത്ത വീഡിയോ പാർട്ട് 2. ഇപ്പൊ വേണ്ട, ഇപ്പൊ നമ്മൾ രണ്ടാള് മാത്രമേ ഉള്ളു. ഇത് ഗ്ലോവിങ്. ഇതെന്താ സംഭവം? ഹൈലൈറ്റർ. ചുണ്ടുമേലെല്ലാം തിളങ്ങിക്കോട്ടെ. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക് ഉണ്ട്. ഇതിട്ടാ മസ്കാര ഇട്ടാ അതല്ല ഇട്ട. അതാ അച്ഛമ്മ ഫസ്റ്റ് ഇട്ട്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചതല്ലോ പണ്ടൊരു കാലത്ത്. അതാ പോയി ചിരിപ്പിക്കുന്നപ്പ വീലിയെല്ലാം കുറച്ച് നല്ലോണം ഉണ്ട്. വീലി വീലുണ്ട് നല്ല നീളം. വീലി രസമുണ്ട്. എന്റെയാ പക്ഷെ മര്യാദയ്ക്ക് ഒരുങ്ങി നടക്കത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. ഒരുങ്ങി നടന്നതാണ് നല്ലില്ലേ. ഞാൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ മുഖത്ത് ഫുള്ള് കുരുവായിരിക്കും. അധികം എനിക്ക് ഇടാൻ പറ്റൂല. ലിപ്സ്റ്റിക് എല്ലാം ഇടുന്നുണ്ട് നല്ലോണം. അതെല്ലാം അറിയാം. സെറ്റാ ലിപ്സ്റ്റിക്കിന്റെ സെറ്റാ. എല്ലാം ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കാത്തത് ഇത് മാത്രമേ ഉള്ളൂ. പൗഡർ ഇത് എന്തിനാ അവിടെ കൊണ്ട് വെച്ചത് എനിക്കറിയില്ല. ഞാൻ കണ്ണാടിയിലൊന്ന് കാണിച്ചു നോക്കിട്ട് അവിടെ മുഖം കണ്ണാടി എടുത്തിട്ടാ. അതെ, ഓനെ എടുത്തിട്ട് വേണ്ടി ഐലൈനർ വെച്ച് തന്നെ ഫോട്ടോ ഇടായിരുന്നു. അല്ല, ഇപ്പഴാണ് ശരിക്കും വാസന്തിലൊക്കെ. നിന്നെ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ആ നടീനെ പോലെ ഉണ്ട്. നല്ല രസമുണ്ട്. ഐലൈനർ എല്ലാം എഴുതിട്ട് നല്ലുണ്ട്. റെഡിയായി. ഇതെല്ലാം എന്തിനാ ചെയ്യുന്നത്? ഇതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുണ്ട്. പൊട്ട് നല്ല രസമുണ്ട്. ഐലൈനർ എല്ലാം എഴുതിട്ട് നല്ലുണ്ട്. ഇപ്പൊ കുറച്ച് നല്ല രസമുണ്ട്. ആ ഒരു പിരികം മാത്രമേ ഉള്ളത്. അത് ഇതായിപ്പോയി, ചോപ്പായി. ഒരു സൈഡ് താന്നുപോയി. അത് ശരിക്കില്ല. നമ്മൾ ഇരുന്നിട്ട് ചെയ്യുന്നതും നിന്നിട്ട് ചെയ്യുന്നത് രണ്ട് വ്യത്യാസം. നമ്മുടെ ഈ വീഡിയോയില് രണ്ടാട് നല്ല സുന്ദരിയാക്കി തന്നിട്ടുണ്ട്. അമ്മ നമ്മൾ വിചാരിച്ചില്ല. അത്യാവശ്യം എല്ലാം അറിയാം. ഐലൈനർ എല്ലാം എഴുതുമെന്ന് എനിക്ക് സംശയം. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഈ ഒരു മേക്കപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.